So we are studying a beautiful topic called disciple and discipleship. നമ്മൾ ഇന്ന് പകൽക്കാലം മനോഹരമായ ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്, ശിഷ്യത്വം. We are studying this for a couple of weeks now. I don't know for how many weeks we will study, but I think we will study this topic for a very, very long time, because that is exactly Jesus said, go and make disciples. നമ്മളിപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല എത്രത്തോളം ആഴ്ചകൾ ഇത് നമ്മൾ പഠിക്കുമെന്ന്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ശിഷ്യരാക്കി മാറ്റുക എന്നുള്ളത്. Matthew's Gospel chapter number 28 verse number 19 is the passage that I want everybody to memorize. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം ആണ് നിങ്ങൾ എല്ലാവരും പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Therefore go and make disciples of all nations. നിങ്ങൾ പോയി സകല ജാതിയിലും നിന്ന് ശിഷ്യരാക്കുക എന്ന്. So go and make. These are the two important verbs. Go and make disciples. ശിഷ്യരെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ശിഷ്യരാക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. So as I said, in the language of Jesus himself, who is the disciple? യേശു കർത്താവിന്റെ ഭാഷയിൽ ആരാണ് ശിഷ്യൻ? Those who walk in my teachings are my disciples. എൻ്റെ വചനത്തിൽ നടക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ് ശിഷ്യർ. You are not the ones who are hearing what Jesus said, but doers of the things that Jesus said are the disciples of Jesus. യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല, യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. There are multiple things that Jesus taught his people. യേശു കർത്താവ് പല കാര്യങ്ങൾ ജനത്തോട് പറഞ്ഞിട്ടുണ്ട്. It is not just through words that he spoke. He did couple of things that taught us. യേശു കർത്താവ് സംസാരത്തിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെ കർത്താവ് സംസാരിക്കുകയായിരുന്നു. Some of us are very good in speaking. When it comes into action, we are absolutely a zero. നമ്മൾ ചിലപ്പോൾ സംസാരിക്കാൻ വളരെ മിടുക്കുള്ളവരായിരിക്കും, പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോൾ അത് ഉണ്ടാവുകയില്ല. But our role model is Jesus. He spoke and he did exactly what he spoke. എന്നാൽ നമ്മൾ റോൾ മോഡൽ ആക്കുന്നത് യേശു കർത്താവിനെയാണ്. യേശു കർത്താവ് എന്തു പറഞ്ഞോ അത് തന്നെയാണ് കർത്താവ് പ്രവർത്തിച്ചത്. Jesus said, love your enemies, and when everything turned against him, he still loved them. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കാൻ. കർത്താവിന്റെ ജീവിതത്തിൽ എല്ലാം മറിച്ചു വന്നപ്പോഴും കർത്താവിന്റെ ശത്രുക്കളെ സ്നേഹിച്ചു. So one of the prominent teachings of Jesus is called the Sermon on the Mountain. യേശു കർത്താവിന്റെ പ്രസംഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് മലയിലെ പ്രസംഗം. And we only learned two parts of that Sermon on the Mountain. നമ്മൾ അതിലെ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിക്കുവാനിടയായി. And today we are going to go into the third part of the Beatitudes. അതിലെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കാൻ പോവുകയാണ്. It is an attitude that should be there in every believer. വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഒരു മനോഭാവത്തെ കുറിച്ചാണ് അവിടെ. Come on, shake your hands with your neighbor and say, an attitude for me. Come on. അടുത്തിരിക്കുന്നവർക്ക് കരങ്ങൾ കൊടുത്ത് പറഞ്ഞാട്ടെ ദൈവത്തിലുള്ള മനോഭാവം. We need to have that attitude that Christ Jesus had, and exactly he was putting it in a small little message called the Sermon on the Mountain. യേശു കർത്താവിനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത്. Some of the historians said this message that Matthew has written is not just Jesus sitting there and said, blessed are, blessed are, blessed are. It is a series of messages that he said, and Matthew condensed it and put it in one statement. And today we are studying the third statement. ചില മതപണ്ഡിതന്മാർ പറയുന്നുണ്ട് കർത്താവ് ഇങ്ങനെ ഇരുന്ന് 1, 2, 3 എന്ന് പറഞ്ഞതല്ല ആ മലയിലെ പ്രസംഗം, പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് മത്തായി അവിടെ എഴുതിയതാണ് എന്ന്. Chapter number 5 of Gospel of Matthew. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം Verse number 5. 5-ാം വാക്യം. Chapter number 5, verse number 5 is a very important verse that every child of Jesus, every disciple should have. യേശു കർത്താവിന്റെ ശിഷ്യർക്ക്, യേശു കർത്താവിന്റെ മക്കൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഇവിടെ 5-ാം വാക്യത്തിൽ പറയുന്നത്. Blessed are the humble, or blessed are the meek, for they will inherit the earth. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. Do you want to inherit the earth?
നിങ്ങൾക്ക് ഭൂമിയെ കൈവശമാക്കണോ, അവകാശമാക്കണോ? We are created to rule. നമ്മളെ സൃഷ്ടിച്ചത് സകലത്തെയും ഭരിക്കുവാനാണ്. In the book of Genesis, the first thing that God said to man is, you need to rule over everything. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് യഹോവയായ ദൈവം മനുഷ്യനോട് പറഞ്ഞത് സകലത്തെയും ഭരിക്കുക, അടക്കി വാഴുക എന്നുള്ളതാണ്. When he said rule, I think they were doing the exact thing. കർത്താവ് യഹോവ അവിടെ പറഞ്ഞപ്പോൾ അത് തന്നെയായിരുന്നു മനുഷ്യൻ ചെയ്തിരുന്നത്. But because of the failure of human race, somebody else started to rule. എന്നാൽ അവിടെ മനുഷ്യകുലത്തിന് ഒരു തെറ്റ് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് മറ്റൊരാൾ എടുക്കുവാനിടയായി. The devil came to Jesus and said, Jesus, you just fall on my feet and I will give you everything that you see around, because everything belongs to me now. യേശു കർത്താവിന്റെ അടുത്ത് പരീക്ഷകനായിട്ട് പിശാച് വന്നപ്പോൾ പിശാച് കർത്താവിനോട് പറഞ്ഞു, നീ എന്റെ മുന്നിൽ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ ഇതിവിടെ ഉള്ളതെല്ലാം നിനക്ക് തരാമെന്ന്, കാരണം സകല അധികാരവും അവന്റെ കയ്യിലാണെന്നാണ്. So now the devil was declaring everything in the world is being ruled by me. അവിടെ പിശാച് പ്രഖ്യാപിക്കുകയാണ് ഈ ലോകത്തുള്ള സകലതും അവന്റേതാണെന്ന്. But you know what? Jesus, when he died and rose up, he says like this, every authority in heaven and in earth has been given to me. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പ്രഖ്യാപിച്ചു, സകല അധികാരവും ഭൂമിയിലുള്ളതും എവിടെയുള്ളതും ലോകത്തിലുള്ളതും. The devil never thought the authority that he is having will go off from his hand. പിശാച് ഒരിക്കലും കരുതിയില്ല പിശാചിന്റെ കയ്യിലുള്ള അധികാരം എടുത്തു മാറ്റപ്പെടുമെന്ന്. But when Jesus died on the cross of Calvary and when he rose up from the grave, he was declaring, what devil you have taken out, I am taking back from you. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, പിശാചേ നീ എടുത്തതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു. So now children of God have to inherit the things that the people lost out. ഇവിടെ ദൈവത്തിന്റെ മക്കൾ എപ്പോഴും നമ്മൾക്ക് നഷ്ടമായതിനെ തിരിച്ചു പിടിക്കാൻ ഇടയാകണം. We need to inherit the earth. ഭൂമിയെ നമ്മൾ അവകാശമാക്കണം. We need to inherit the positions that God has put us in. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഏത് അവസ്ഥയിലാണോ അത് നമ്മൾ തിരിച്ചെടുക്കണം. And for that you are not doing it like a warrior, but you are doing with the opposite way. Humble yourself so that you can inherit the earth. ഇവിടെ പോരാളിയായിട്ട് നേടുവാനല്ല കർത്താവ് പറയുന്നത്, സൗമ്യതയിൽ അത് നേടിയെടുക്കുവാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. People around the world, the rulers have tried to inherit different countries by the fighting and battles. ലോകത്തിലുള്ള ആൾക്കാര് അതെല്ലാം ഈ വഴക്കിലൂടെ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കും. But the Bible talks us we can inherit the earth by something very different. That tool is called the tool of humility. എന്നാൽ വചനം പറയുന്നു ദൈവത്തിന്റെ മക്കളായ നമ്മൾ അത് സൗമ്യതയിലൂടെ നേടിയെടുക്കുമെന്ന്. What is the opposite of humility? What is the സൗമ്യതയുടെ വിപരീതം എന്താണ്? Pride is the opposite of humility. അഹംഭാവം. Pride, and that is very good. Pride is a word which is having a synonym, and that is exactly called ego. Everybody say ego. Come on everybody. അഹംഭാവം എന്നതാണ് അതിന്റെ. Everybody say ego. Come on everybody. Ego. Ego എന്നെല്ലാരും പറഞ്ഞു. So this thing has to go from your life for something for you to inherit. നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ പോകണം. When that word ego was coined, he knew exactly this is very difficult to be going. അഹംഭാവം എന്നുള്ള കാര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ദൈവത്തിനും അറിയാമായിരുന്നു നമ്മളിൽ നിന്ന്. No. The word ego, when the word ego was coined, the word when he coined, he knew how hard it was for taking away that ego from human beings. മനുഷ്യരിൽ നിന്ന് ആ ഈഗോ എന്നുള്ള കാര്യം എടുത്തു മാറ്റാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അവിടെ അറിയാം. Because pride is there in everybody. അഹം എന്ന ഞാൻ എന്ന ഭാവം എല്ലാവരിലും ഉണ്ട്. Everybody has it. Everybody, you know, I is very there in everybody.
ഞാനെന്ന ഭാവം എല്ലാവരിലുമുള്ള ഒരു കാര്യമാണ്. When you go from as a child, I want it. I will not do that. That word I is very, very important. ഞാൻ എന്ന ഭാവം അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള ഒരു ചിന്ത കുഞ്ഞുകളിൽ മുതൽ ഉണ്ട്. You know, there was a beautiful story of Abraham and Sarah. സാറായുടെയും അബ്രഹാത്തിന്റെയും ജീവിതത്തിലെ നല്ല മനോഹരമായ ഒരു കഥയുണ്ട്. You know what was the first name of Sarah? സാറയുടെ ആദ്യത്തെ പേരെന്താണെന്ന് അറിയാമോ? Come on everybody, what is the first name of Sarah? സാറയുടെ ആദ്യത്തെ പേരെന്താ? Sarai. There was a I in Sarah. സാറായി എന്നായിരുന്നു. And what was the first name of Abraham? അബ്രഹത്തിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? What is it? Abram was the name. അബ്രാം എന്നായിരുന്നു. So Abram and Sarai got married. അബ്രാമും സാറായിയും വിവാഹിതരായി. Wife had a I. ഭാര്യയ്ക്ക് ഒരു I എന്നുള്ളതുണ്ടായിരുന്നു. And husband did not have a ha in it. അബ്രഹത്തിന്റെ ഹ അവിടെ ഉണ്ടായിരുന്നില്ല. Ha for the Hebrews is very important. Ha, the word, the alphabet. ഹെബ്രായ ഭാഷയിൽ ഹ എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. Why? In the name of God, Yahweh, there are two ha factors. Yahweh, you got it? YHWH. യഹോവ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ആ രണ്ട് വാക്കുകൾ അതിലുണ്ടായിരുന്നു. ഹ എന്ന്. Because that word was so important, they did not even tell those vocabularies. അവർക്കത് ഉച്ചരിക്കുവാൻ പോലും കഴിയാത്തൊരു വാക്കായിരുന്നു അത്. When God wanted to change അബ്രാത്തിനെ ദൈവം മാറ്റാൻ ആഗ്രഹിച്ചപ്പോൾ God said, "Go, I am going to make you a mighty nation, Abraham. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും അബ്രഹാം. But before that I want to change a name. അതിനു മുമ്പ് എനിക്ക് നിന്റെ പേരൊന്ന് മാറ്റണം. I am going to put a H in you." നിന്റെ പേരിന്റെ കൂടെ ഞാൻ ഹ എന്ന് ചേർക്കുകയാണ്. So he got the H in the middle. He got the H in the middle of his name. അബ്രഹാത്തിന്റെ വാക്കിലെ H എന്നുള്ളത് അതിന്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. So Abram became Abraham. അബ്രാം എന്നുള്ളത് അബ്രാഹാം എന്നായി. When God brings his name into the family, ദൈവം ദൈവത്തിന്റെ പേര് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ the second thing happens immediately. രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് സംഭവിക്കും. And God said to Sarah, "Sarai, no more you are going to be having that I am going to take away the I out of you and you will be called Sarah." സാറായിയോട് ദൈവം പറഞ്ഞു, നിന്റെ സാറായി എന്നുള്ളതിലെ ആ ഈ എന്നുള്ളത് മാറ്റി സാറ എന്ന് ഞാൻ നിന്റെ പേരാക്കും. There is a very important theological message in it. അതിൽ ദൈവശാസ്ത്രപരമായ കുറച്ച് അർത്ഥങ്ങളുണ്ട്. When God comes into your family, the ego walks out of your family. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഞാനെന്ന ഭാവം മാറുവാൻ In God comes into your life, your ego will walk out of your life. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളിലുള്ള അഹം എന്ന ഭാവം മാറുവാനിടയാകും. We all are created in the image of God. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. How is God? ദൈവം എങ്ങനെയാ? He is exalted. Come on everybody. ദൈവം എങ്ങനെയിരിക്കുന്നത്? Come on everybody say he is exalted. He is the King of Kings. He is the Lord of Lords. The position of God is quite high. And another creation of God was called Lucifer. Do you remember this man called Lucifer? Don't put your child's name as Lucifer, okay? Lucifer was an angel that God created. But that Lucifer wanted to go beyond God. Above the power of God. And God cut him off. So God doesn't want anybody to go above him. None of us who are created in the image of God have the capacity to go above God. We are the children of God and we need to be in that position of children of God. So Bible talks about that great God, what he did. I'm going to bring you what that God did.
വചനത്തിൽ പറയുന്ന ആ ദൈവം എന്താണ് ചെയ്തത് എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാം. Psalm number 113, I think it is. It is a beautiful psalm that you just run with me. Psalm number 113. 113-ാം സങ്കീർത്തനം. So here it says, verse number 4, the Lord is exalted over all the nations, his glory above the heavens. Who is like the Lord our God, the one who sits enthroned on high? Verse number 4 and 5. യഹോവ സകല ജാതികൾക്കും മീതെയും അവന്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു. But verse number 6 is very important. ആറാമത്തെ വാക്യം വളരെ Anybody is having a King James Version Bible? കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ The KJV? NKJV? Verse number 6. Come on, I want you to read it out, if at all you have it. Come on. Come on, come here. Come on, Rohan. Yeah, I'll give you a mic. Okay, that's a very good word, okay? Okay, verse number 6. Who humbles himself to behold the things that are in the heavens. Who humbles himself? The word is there. Who humbles himself? The God who is great. We are talking about the Lord, okay? The Lord who is exalted over all the nations. His glory above the nations. Who is like the Lord our God, the one who sits enthroned on high. He, that God, what is that? That God humbles. In the NIV or the New International Version, it says, he stoops down. What is it? He stoops down. He comes down. What is it? The character of God. Okay, thank you. You understand? The character of? ഇവിടെ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. ദൈവം തന്നെത്താൻ താഴ്ത്തി നമ്മുടെ ഇടയിലേക്ക് വന്ന് നോക്കുന്നു എന്നുള്ള കാര്യം. ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാം കർത്താവ് സ്വയം താഴ്ത്തി വന്ന് ആ നിലയിലേക്ക് വന്ന് നോക്കുന്നു. The heavenly Father humbled himself. സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നെത്താൻ താഴ്ത്തുന്നു. Jesus humbled himself. യേശു കർത്താവ് സ്വയം താഴ്ത്തി. Tell me, how did Jesus humble himself? എങ്ങനെയാണ് യേശു കർത്താവ് സ്വയം താഴ്ത്തിയത്? He was one among the Godhead. സ്വർഗ്ഗത്തിലെ ദൈവമായിരിക്കെ he did not hold it. He humbled himself and came in the form of a human being. ദൈവമായിരിക്കെ ദൈവത്തിന്റെ സമാനത നിലനിർത്താതെ ലോകത്തിലേക്ക് വന്നു മനുഷ്യനായി തീർന്നു. He did not come in the human form into a king's house. ഒരു രാജാവിന്റെ ഭവനത്തിലേക്കല്ല യേശു കർത്താവ് വന്നത്. You know, becoming a human being itself is a degrade for God, because we are in the image of God. We are not God. നമ്മൾ ദൈവമല്ല, നമ്മളെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചെന്നേ ഉള്ളൂ. God humbled himself to become a human being. നമ്മുടെ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ദൈവം സ്വയം താഴ്ത്തിയതാണ്. And the second important thing is, he came to the most lowly family called the house of Joseph and Mary. യോസഫിന്റെയും മറിയയുടെയും ഭവനത്തിലേക്ക് ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് യേശു കർത്താവ് കടന്നു വന്നു. You can imagine the humility that Jesus carried. എത്രത്തോളം എളിമ യേശു കർത്താവ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന്. Now the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാം. Did the Holy Spirit humble himself? പരിശുദ്ധാത്മാവ് സ്വയം താഴ്ത്തിയോ? He comes and dwells in earthen vessels like you and me. മനുഷ്യപാത്രമായ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മളെ A vessel that can be destroyed. നമ്മൾ എപ്പോഴും നശിക്കുന്നവരാണ്, നശിക്കപ്പെടുന്നതാണ് നമ്മുടെ. But the Holy Spirit came and started living in us. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് ജീവിക്കുവാൻ ഇടയായി. And what is the name of the Holy Spirit? Jesus said, യേശു കർത്താവ് നമ്മളിലേക്ക് അയച്ച പരിശുദ്ധാത്മാവിന്റെ I am sending you a paracleta, meaning I am sending you a helper. പാരക്ലീതായെ നിങ്ങളിലേക്ക് ഞാൻ അയക്കും എന്ന് വെച്ചാൽ ഒരു സഹായകനെ നിങ്ങൾക്കായി ഞാൻ അയക്കും. So the Holy Spirit humbled himself to come down, not to have authority over you, but to help you. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്നത് നിങ്ങളെ ഭരിക്കുവാനല്ല, എന്നാൽ നിങ്ങളെ സഹായിക്കുവാനാണ്. Holy Spirit is there in our life to guide you and tell you the path, but not dominate you.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങളെ മുന്നോട്ട് നയിക്കുവാനാണ്, അല്ലാതെ നിങ്ങളെ He humbly says, son, daughter, you need to do that. പരിശുദ്ധാത്മാവ് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയും, ഇതാണ് വഴി. But it is our ego that will not allow to hear the voice of the Holy Spirit. എന്നാൽ നമ്മളിലുള്ള അഹംഭാവം പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെ ശ്രദ്ധിക്കുവാൻ നമ്മളെ സമ്മതിക്കത്തില്ല. Everybody who hears the voice of the Lord, ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരും, and you do exactly what the Lord tells, യേശു കർത്താവ് പറയുന്ന പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ the destination that you will be having will be a successful destination. നമ്മൾ പോകുന്ന ഇടം എന്ന് പറയുന്നത്, നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. When you have that power in you, ആ ശക്തി നിങ്ങളിൽ ഉള്ളപ്പോൾ you will inherit the earth in Jesus' name. ദൈവനാമത്തിൽ നിങ്ങൾ സകലതും അവകാശമാക്കി തീർക്കും. So I started off saying humility is the essence of God. സൗമ്യത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാവമാണ്. And you and I are created in the essence of God. ഞാനും നിങ്ങളും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. How did the ego come in? എങ്ങനെയാണ് നമ്മളിലേക്ക് So it is not from God, അത് ദൈവത്തിൽ നിന്നല്ല, it is from the devil. അത് പിശാചിൽ നിന്നാണ്. The children even now doesn't want to say sorry. Have you heard it? കുഞ്ഞുങ്ങൾ കാലത്തും ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. They think that is the biggest punishment. അവർക്ക് അത് വലിയൊരു പണിഷ്മെന്റ് ആയിട്ട് തോന്നും. When you say the child say sorry, നിങ്ങൾ കുഞ്ഞുങ്ങളോട് ക്ഷമ പറയാൻ പറഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടമല്ല. no, I didn't say the complete thing. You say what I said. When you say the child say sorry, നിങ്ങൾ കുഞ്ഞുങ്ങളോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞാൽ 1 year child will say sorry. 1 year will say say, you can say that. You are a mummy as well. ഒരു വയസ്സുള്ള കൊച്ചു വന്ന് ചോറി എന്ന് പറയും. Second, when they become 2 years also, they'll say sorry. 2 വയസ്സുള്ള കൊച്ചും വളരെ വിഷമത്തോടെ സോറി എന്ന് പറയും. When they become 3 and 4, no sorry. 3-4 വയസ്സാകുമ്പോൾ അവർ ഇച്ചിരി ബുദ്ധിമുട്ടും. I don't know whether you have experienced. I have experienced my children, because I've seen my children grow. They are very reluctant to say sorry. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങളും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. They will be ready to get beaten up also. They will be like, അടി കൊണ്ടാലും സോറി പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. we will say that sorry. അവർ സോറി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. They will not say. അവർ സോറി പറയാൻ ബുദ്ധിമുട്ട് കാണും. And this is how the devil tries to push humanity not becoming sorry for the things that they are doing. ഇങ്ങനെ തന്നെയാണ് പിശാച് മനുഷ്യകുലത്തിനോടും ചെയ്യുന്നത്. നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ ക്ഷമ ചോദിക്കാൻ പിശാച്. Why should I say sorry? ഞാൻ എന്തുകൊണ്ട് ക്ഷമ ചോദിക്കണം? I feel that is right. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് I ശരിയാണ്. did what I felt which was right. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. But whoever says, I am not going to obey it. അവരെന്തും പറഞ്ഞോട്ടെ, ഞാൻ അത് അനുസരിക്കത്തില്ല. I am not going to. That may be that person's view, but this is my view. അത് അവരുടെ ചിന്താഗതിയായിരിക്കാം, അതല്ല എന്റെ വിധം. But little do they know that is not their view. It is the view of the devil. അവർക്ക് അവരത് അറിയുന്നില്ല, അത് പിശാചാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. But once you humble yourself, എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ, when you say sorry Lord, I want to hear your voice, കർത്താവേ ക്ഷമ ചോദിക്കുന്നു, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, the Holy Spirit will say, son, now I know you are hearing me. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, മകനെ മകളെ എനിക്കറിയാം നിങ്ങൾ ഇവിടെയാണെന്ന്. When Jesus came on the planet earth, he humbled himself. യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ യേശു കർത്താവ് സ്വയം താഴ്ത്തി. The second humility that he showed രണ്ടാമത് താഴ്മ കാണിച്ചത് during the time of baptism. കർത്താവിന്റെ സ്നാനത്തിന്റെ സമയത്താണ്. Baptism service was happening. You know what is baptism, right? Yeah. So for baptism there are couple of things that are involved. സ്നാനത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. I'll just repeat it because that will be another message some other time, but very fast I'll say. One, you need to have a person to get baptized. സ്നാനപ്പെടാൻ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. That person should have given his life to Jesus. ആ വ്യക്തി യേശു കർത്താവിനായിട്ട് സ്വന്തം ജീവിതം കൊടുത്തവനായിരിക്കണം. That boy or girl or whoever it is must say, I am a sinner, no more I will be having that brand. I will be having the brand of Jesus. Jesus is my savior and I want to get baptized. ആ വ്യക്തി പറയണം, ഞാൻ ഒരു പാപിയായിരുന്നു, എന്നാൽ ഇനി മുതൽ ഞാൻ പാപിയല്ല, യേശു കർത്താവിന്റെ ജീവനെ വീണ്ടെടുത്തു. That person has to acknowledge from the mouth that he is a sinner and I am no more going to be a sinner
and then you need to get baptized. അവർ വായുകൊണ്ട് അവർ ഏറ്റു പറയണം അവർ പാപത്തിലായിരുന്നു, എന്നാൽ ഇനി മുതൽ ഞാൻ യേശു കർത്താവിലാണ് എന്ന്. Number 2, there should be a baptizer. രണ്ടാമതായിട്ട് സ്നാനം കൊടുക്കാൻ ഒരാളുണ്ടായിരിക്കണം. I have come across some people, one person by name, I don't want to say the name. One day in a church I was ministering, that was my pioneering ministry, and he came to me fully wet with one white shirt and pant, and he said, "Pastor, I got baptized." എൻ്റെ Yeah, you don't get it. That's all right. I told Alex, that is his name. Okay, Alex, how did you get baptized? Who baptized you? ഒരു സഹോദരൻ നനഞ്ഞ ഉടുപ്പോടെ ചർച്ചിൽ കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെത്താൻ ബാപ്റ്റിസം. This happened in Tony's place, Pala. Okay. പാലായിൽ നടന്ന ഒരു സംഭവമാണ്. And I asked Alex, who baptized you? അപ്പോൾ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, നിന്നെ ആരാണ് സ്നാനപ്പെടുത്തിയതെന്ന്. Pastor, if anybody knows that I got baptized, it will be a problem, Pastor. So early morning before coming to church, I went and dipped myself and I came. ഞാൻ ബാപ്റ്റിസം എടുത്തെന്ന് അറിഞ്ഞാൽ ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ അതിരാവിലെ പോയി മുങ്ങിയിട്ട് വന്നതാണ് പാസ്റ്റർ എന്ന് പറഞ്ഞു. Then I had to teach him exactly that is not how it is. You need to have a baptizer. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു സ്നാനം നടത്തുവാനും ഒരാൾ വേണം. It is like you don't bury yourself, right? That is, baptism is a burial phenomenon. നിങ്ങൾ നിങ്ങളെ തന്നെ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. So that is the second one. You need to have a baptizer. രണ്ടാമതായിട്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുവാൻ ഒരു വ്യക്തി വേണം. And number 3, you need to have water. മൂന്നാമതായിട്ട് ജലം ഉണ്ടായിരിക്കണം. Because throughout the Bible, no baptism has happened with any other thing. It is water and water and water. How much water? Enough water for a person to go underneath and come out. വചനത്തിലുടനീളം നമ്മൾ ജലത്തോടുള്ള സ്നാനത്തെ കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ എത്രത്തോളം വെള്ളം വേണം ഒരാൾക്ക് മുങ്ങി പൊങ്ങുവാനുള്ള വെള്ളം? Because the Bible says like this, there was one man who was a eunuch. His name was not mentioned. He was traveling from one part to another, and Philip, one of the disciples, went and spoke about God to him, and eunuch saw water. And he said, "Lo, I see water. Why can't you baptize me?" Both of them went into the water and they came out of the water. As soon as he came out of the water, the Holy Spirit took off Philip and he was seen no more. ഫിലിപ്പോസിന്റെയും ഷണ്ടന്റെയും കാര്യങ്ങൾ നമുക്കറിയാം. അതിൽ ഫിലിപ്പോസ് ചെന്ന് വചനം സംസാരിച്ചു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ജലമുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഷണ്ടൻ പറഞ്ഞു, ഇവിടെ ജലമുണ്ട്, എനിക്ക് സ്നാനപ്പെടാമോ എന്ന്. അപ്പോൾ അവർ രണ്ടുപേരും ജലത്തിലിറങ്ങി സ്നാനം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു കയറി എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. The Bible talks about the first baptism that ever you can see in the Bible is called the baptism of John. യോഹന്നാന്റെ സ്നാനമാണ് വചനത്തിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ. So he's called John the Baptist. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നത്. I can't call him John Assemblies of God, okay? Because people think because his name is Baptist, he belongs to the Baptist church. No, he doesn't belong to the Baptist church. Because he was giving baptism, so his name associated with baptism. Amazing, right? It is amazing. If you are treating a patient, you are called a doctor. If you are looking after a group of people in a church, you are called a pastor. When you are driving a bus or a car that can take people, you are called a driver. യോഹന്നാൻ സ്നാപകന്റെ പേര് വന്നത് അദ്ദേഹം സ്നാനം കൊടുത്തു തുടങ്ങിയത് കൊണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ ജോലിയോട് അനുബന്ധിച്ച് പേര് വരുന്നത് പോലെ ഡ്രൈവർ, പാസ്റ്റർ, അങ്ങനെ ഓരോരുത്തരും. I drive my car. Do you call me a driver? ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ ഡ്രൈവർ എന്ന് വിളിക്കുമോ? You got it? It is not what you do that the name associates with that thing should take care of you, and it should be associated with multiple people, and then only you will be called that. You got it? ഞാൻ നിങ്ങളെ കൊണ്ട് വണ്ടിയിൽ പോയാൽ നിങ്ങൾ എന്നെ ഡ്രൈവർ എന്ന് വിളിക്കത്തില്ല. കാരണം അത് ഞാൻ എൻ്റെ ഒരു ജോലിയായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു കാര്യമായിട്ട് ഞാൻ അത് എടുക്കാത്തത് കൊണ്ട്
എന്നാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അനേകരെ അതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിനോട് അതൊരു ചേർന്ന് പോകുന്ന So കാര്യമായി തീരും. you need one person to baptize you, and then you need to have enough water to get baptized. അപ്പോൾ നിങ്ങൾക്ക് സ്നാനപ്പെടുത്താൻ ഒരാൾ വേണം, അതിന് ആവശ്യമായ ജലം ഉണ്ടായിരിക്കണം. Can anybody baptize anybody? ആർക്കും ആരെയും സ്നാനപ്പെടുത്താമോ? Tell me, can anybody baptize anybody? ആർക്കും ആരെയും സ്നാനപ്പെടുത്താമോ? This is a question that people ask me quite a lot. എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. Baptism happens how many times? എത്ര പ്രാവശ്യം സ്നാനം നടക്കാം? Come on, everybody say. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. How many times? Only one time. ഒരു പ്രാവശ്യം. And in the right way. അത് ശരിയായ രീതിയിൽ. When you accept Christ as your personal savior, നിങ്ങൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി you acknowledge you are a sinner. നിങ്ങൾ പാപിയാണെന്ന് നിങ്ങൾ Then പറയും. you go under a baptizer എന്നിട്ട് നിങ്ങൾ ഒരു സ്നാനക്കാരന്റെ and you get baptized. എന്നിട്ട് നിങ്ങൾ സ്നാനം എടുക്കും. That is your baptism. അതാണ് സ്നാനം. But without your permission, നിങ്ങളുടെ തന്നെ ഒരു അനുവാദമില്ലാതെ if somebody has dipped you, നിങ്ങളെ ആരെങ്കിലും മുക്കിയെങ്കിൽ it is called christening. You have become a Christian. നിങ്ങൾ ക്രിസ്ത്യാനി ആവുകയാണ് അവിടെ. It is not baptism. Okay, you got the word? അതിനെ നമുക്ക് സ്നാനം എന്ന് പറയാം. So if anybody thinks that, oh my goodness, I got baptized, how can I do the second baptism? Because in the Nicene Creed there is saying there is only one baptism, right? നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ചെറുതിലെ ബാപ്റ്റിസം എടുത്തതാണല്ലോ എന്ന്. എന്നാൽ അത് സ്നാനമല്ല. So that you become a part of a church. അത് ചെയ്യുന്നത് നിങ്ങൾ ഒരു സഭയോട് ചേരുന്നതാണ്. But to become a part of the body of God, you need to acknowledge He is your God. യേശു കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരണമെങ്കിൽ നമ്മൾ പറയണം കർത്താവിന്റെ ശിഷ്യത്വം നമ്മൾ സ്വീകരിക്കണം. So every disciple has been given a permission to go and baptize. ഓരോ ശിഷ്യനും ദൈവം അധികാരം തന്നിട്ടുണ്ട് നമ്മൾക്ക് സ്നാനപ്പെടുത്താൻ. Come on, everybody say, every disciple can baptize. എല്ലാ ശിഷ്യന്മാർക്കും കൊടുക്കാനുള്ള അനുവാദമുണ്ട്. It is not just the pastor giving baptism. ഇതൊരു പാസ്റ്റർ കൊടുക്കുന്ന സ്നാനമല്ല. Every disciple can give baptism. എല്ലാ ശിഷ്യന്മാർക്കും സ്നാനം കൊടുക്കാൻ അനുവാദമുണ്ട്. But you need to disciple. നിങ്ങൾ ശിഷ്യരായിരിക്കണം. You cannot baptize somebody has discipled. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ശിഷ്യന്മാരല്ലാത്തവർക്ക് സ്നാനം കൊടുക്കാൻ പറ്റില്ല. You got what I mean? You need to disciple. നിങ്ങൾ അവരെ ശിഷ്യരാക്കണം. You need to give Jesus to them. അവർക്ക് യേശു കർത്താവിനെ നിങ്ങൾ കൊടുക്കണം. You talk to them. അവരോട് നിങ്ങൾ സംസാരിക്കണം. And you bring them to the Lord. അവരെ കർത്താവിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. Then you say, you need to give your life to Jesus. എന്നിട്ട് അവരോട് പറയണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിന് കൊടുക്കുവാൻ. You need to get baptized. നിങ്ങൾ സ്നാനം എടുക്കണമെന്ന്. If that person say, yes, I want to go to church and get baptized. ഇപ്പോൾ ആ വ്യക്തി പറയുകയാണ് എനിക്ക് ഒരു സഭയിലേക്ക് പോയിട്ട് സ്നാനം എടുക്കണമെന്ന്. You must bring that person to the church. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ സഭയിലേക്ക് കൊണ്ടുവരാം. Because church is the kingdom of God on the earth. ലോകത്തിലുള്ള ദൈവത്തിന്റെ സഭയാണ് ദൈവസഭ എന്ന് പറയുന്നത്. So you bring that person to the church. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ സഭയിലേക്ക് കൊണ്ടുവരണം. Or if that person says, no, you discipled me, I want to get baptized under your hand. ഇപ്പോൾ ആ വ്യക്തി പറയുകയാണ് നിങ്ങളാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്, അപ്പോൾ നിങ്ങൾ എനിക്ക് ബാപ്റ്റിസം തരണം. All the authorities God's given upon you to baptize that person. ദൈവം നിങ്ങൾക്ക് അതിനുള്ള അധികാരം തന്നിട്ടുണ്ട്. Why do I baptize the people whom I have not gone and discipled? എന്തുകൊണ്ടാണ് ഞാൻ മറ്റൊരാൾ ശിഷ്യരാക്കിയ ഒരു വ്യക്തിയെ ബാപ്റ്റിസം കൊടുക്കരുതെന്ന് പറയുന്നത്? Because a call of a shepherd is upon me. ഒരു ഇടയന്റെ ഒരു ദൗത്യമാണ് ദൈവം എന്നിൽ I തന്നിരിക്കുന്നത്. am not just a disciple of Jesus. ഞാൻ ദൈവത്തിന്റെ ശിഷ്യൻ മാത്രമല്ല. There is another thing that I have called I am the shepherd of the church. ഞാൻ ഈ സഭയുടെ ഇടയനാണ്. I can baptize. എനിക്ക് സ്നാനം കൊടുക്കാം. I can conduct the wedding. എനിക്ക് വിവാഹം ആശീർവദിക്കാം. I can conduct the burial. ശവസംസ്കാരം നടത്താം. I can conduct things that is in the institution of the Bible. വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. Some people get it quite wrong. ചിലർക്ക് അത് സംശയം തോന്നുന്ന കാര്യങ്ങളുണ്ട്. Pastor, you are teaching discipleship. പാസ്റ്റർ നിങ്ങൾ ശിഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുന്നു. Why don't you train me to baptize people as well?
എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ബാപ്റ്റിസം കൊടുക്കുവാൻ ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൂടാ? Because one day when I go out of the church, when I try to baptize, I don't know how to baptize. So pastor trained me to baptize. അതുകൊണ്ട് ഞാൻ ഈ സഭയിൽ നിന്ന് പുറത്തെവിടെയൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് ബാപ്റ്റിസം കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ എങ്ങനെയാ? അതുകൊണ്ട് It's a very good thing. അതൊരു നല്ല കാര്യമാണ്. Some things you don't need training. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമില്ല. In the right time, God will give you the grace to baptize. സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് അതിനുള്ള കഴിവുകൾ തരും. I don't need to be praying, God, I've never conducted a burial, Lord. Somebody should die in the church. എനിക്കൊരിക്കലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, സഭയിൽ ആരെങ്കിലും മരിക്കണേ അതുകൊണ്ട് എനിക്ക് ഫ്യൂണറൽ സർവീസ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. How silly of me if I do that. അങ്ങനെ ഞാൻ ചെയ്യുന്നത് വളരെ നിസ്സാരമാണ്. Because I have seen Pastor Binu doing that, I've seen Pastor James doing that. I also want to come do one funeral. God, help somebody to die in church so that I can conduct funeral. My goodness, what a boy I would be. പലരും ഫ്യൂണറലൊക്കെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കർത്താവേ, ഇവിടെ ആരെങ്കിലും മരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുമോ? So you go and disciple. You go and disciple. നിങ്ങൾ പോയി ശിഷ്യരെ ആക്കുക. You got it? You got it? Recently Rohan came to me and said, I discipled one person, and that person came to me and said, Rohan, I want you to baptize me. I baptized him. Did I do the right thing? I said, exactly, you did the right thing. സഹോദരൻ റോഹൻ ഈയിടെ വന്ന് എന്നോട് ചോദിക്കുവാനിടയായി, ഞാൻ ഒരാളെ ശിഷ്യത്വത്തിലേക്ക് നയിച്ചു, ശിഷ്യരാക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ തന്നെ ബാപ്റ്റിസം കൊടുക്കണം. I am telling what exactly, some of you don't know what is actually happening. I am saying, you go and baptize. നിങ്ങൾ പോവുക, സ്നാനപ്പെടുത്തുക. So Jesus is humbling himself യേശു കർത്താവ് സ്വയം താഴ്ത്തി and coming under a man called John the Baptist. സ്നാപക യോഹന്നാന്റെ കരൽ കീഴിലേക്ക് കർത്താവ് കടന്നു വരുന്നു. John the Baptist was freaked. സ്നാപക യോഹന്നാന് ഒരു ഭയമുണ്ടായി. Jesus, no, I can't baptize you. യേശു കർത്താവേ, എനിക്ക് അങ്ങയെ സ്നാനപ്പെടുത്താൻ കഴിയില്ല. Because he knew exactly who this person is. കാരണം സ്നാപക യോഹന്നാൻ അറിയാമായിരുന്നു കടന്നു വരുന്ന യേശു. I am not even worthy to unbuckle your shoelace. അങ്ങയുടെ കാലിലെ ചെരുപ്പഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. What did Jesus say? യേശു കർത്താവ് അവിടെ എന്താ പറഞ്ഞത്? Everything has to happen as it is written. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ എല്ലാം സംഭവിക്കും. He humbled himself to whatever was written. എഴുതപ്പെട്ടിരിക്കുന്നതിന് സ്വയം താഴ്ത്തി. He knew he was God. യേശു കർത്താവിന് അറിയാമായിരുന്നു യേശു ദൈവമാണ്. He did not make any mistake. കർത്താവ് തെറ്റ് ചെയ്തില്ല. He did not do any sin. കർത്താവിന് അബദ്ധം പറ്റത്തില്ല. But he humbled himself and went under the hands of John the Baptist. കർത്താവ് സ്വയം താഴ്ത്തി സ്നാപക യോഹന്നാന്റെ കരക്കീഴിലേക്ക് പോയി. And the third humbling was he humbled himself to die on the cross. മൂന്നാമത് കർത്താവ് സ്വയം താഴ്ത്തിയത് സ്വയം കുരിശിൽ മരിക്കുന്നു. Do you think that is an easy thing? അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? In Africa recently, there is a man who called himself Jesus. ആഫ്രിക്കയിൽ in Nigeria. നൈജീരിയയിൽ ഈയിടെ ഒരാൾ സ്വയം യേശു എന്ന് വിളിക്കപ്പെട്ട he is walking around and doing things just like Jesus did. യേശു കർത്താവ് ചെയ്തുപോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പോയി നടന്നു ചെയ്യുന്നുണ്ടായിരുന്നു. Some years back I had a problem in one of my rental properties. One man declared himself as Jesus. എനിക്കും ഇതിനു മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട് യേശു എന്ന് പറഞ്ഞു നടക്കുന്നത്. He came to my house, knocked the house. അദ്ദേഹം വന്ന് എൻ്റെ വീടിന്റെ വാതിലിൽ മുട്ടി. I thought, he's a nice wonderful man. I asked, what happened to you, Phil? He said, I am not Phil, I am Jesus. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പേര് അതല്ല, ഞാൻ യേശു ആണെന്ന്. Go tell your believers, don't search for Jesus anywhere. Come to Lantana Road, they will find Jesus. I understood he had a problem. യേശു കർത്താവിനെ നോക്കി നിങ്ങൾ എവിടെയും പോകണ്ട, എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. And his problem went into another level. He filled up the shower box with water and he wanted to walk on the water. അദ്ദേഹം വെള്ളത്തിലൊക്കെ നടക്കുവാനൊക്കെ ശ്രമിക്കുകയുണ്ടായി. Rhoda and Litti were saying, uncle, the house is leaking. നമ്മുടെ രണ്ട് സഹോദരിമാർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അങ്കിളെ ഇത് വീട് ലീക്ക് ചെയ്യും. The interesting fact was this Jesus, and the other roommate was called Devlin. Devlin called me up and said, I have a Jesus in my house now. Exactly, I'm going to do what my name is. I'm going to attack him.
said, അദ്ദേഹത്തിന്റെ റൂംമേറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു ജീസസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. so I've seen this. So in Africa, in Nigeria, now there is a Jesus walking around. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഒരു ജീസസ് നടക്കുന്നു എന്ന്. So during this time of Good Friday, some people went and attacked him and said, we want to crucify you. Not a joke, not a joke. It came in the news, okay? ഞാൻ നടന്നൊരു കാര്യമാണ് പറയുന്നത്. ദുഃഖവെള്ളിയാഴ്ച സമയത്ത് കുറച്ച് പേര് ചെന്നിട്ട് പറഞ്ഞു, ഓക്കെ നീ ജീസസ് അല്ലേ, നിന്നെ ഞാൻ That fellow vanished from Nigeria. നൈജീരിയയിലുള്ള വ്യക്തിയെ പിന്നെ കണ്ടിട്ടില്ല. You know, people can't become Jesus like that. അങ്ങനെ യേശു കർത്താവ് ആകാൻ ആർക്കും പറ്റത്തില്ല. But the Bible says some people, when the end of the time comes, they will proclaim their Jesus. ലോകാവസാന സമയം ആകുമ്പോഴത്തേക്കും പലരും യേശു They will be even ready to die. അവര് മരിക്കാൻ വരെ തയ്യാറായി വരും. They will do things that exactly what Jesus did. കർത്താവ് ചെയ്തതുപോലുള്ള കാര്യങ്ങളും അവർ ചെയ്തു. But never be deceived, the Bible says. എന്നാൽ നിങ്ങൾ ആരും വഞ്ചിക്കപ്പെടരുതെന്ന് വചനം പറയുന്നു. Jesus humbled himself to die on the cross. യേശു കർത്താവ് സ്വയം താഴ്ത്തി കുരിശുമരണം ഏറ്റെടുത്തു. It is something called a journey of ego out of his life. യേശു കർത്താവ് കാണിച്ചു തന്നത് സ്വയം എന്നുള്ള ആ ഒരു കാര്യം മാറ്റി. So what I'm talking is, it was not just through the words that Jesus said, he was exactly showing be humble people. യേശു കർത്താവിന്റെ വാക്കുകളിൽ കൂടെ മാത്രമല്ല പ്രവൃത്തിയിൽ കൂടെ പോലും എങ്ങനെയാണ് താഴ്മയുള്ള ജീവിതം നയിക്കേണ്ടതെന്ന് കാണിച്ചു തരികയായിരുന്നു. So humility should be inside or outside? Tell me, come on, answer me. വിനയം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ താഴ്മ ഉണ്ടാവേണ്ടത് നമ്മൾ ഉള്ളിലാണോ പുറത്താണോ? Come on everybody, humility should be inside or outside? നമുക്ക് താഴ്മ ഉണ്ടാവേണ്ടത് ഉള്ളിലാണോ? Very good, very good, very good. I like this one. Come on everybody, humility should be inside or outside? താഴ്മ ഉള്ളിൽ നിന്നാണോ പുറത്തുനിന്നാണോ വേണ്ടത്? Both. രണ്ടു വശത്തുനിന്നും. You should have humility inside. നിങ്ങളുടെ ഉള്ളിൽ താഴ്മ ഉണ്ടായിരിക്കണം. And you should have humility outside. നിങ്ങൾക്ക് പുറമേയും താഴ്മ ഉണ്ടായിരിക്കണം. Colossians chapter number 3 verse number 12 to 14, Paul says, clothe yourself with humility. നിങ്ങൾ സൗമ്യതയെ ധരിക്കുവാൻ അവിടെ പൗലോസ് ലേഖ It is something that we clothe. ഉടുപ്പിടുന്നത് പോലെ നിങ്ങൾ സൗമ്യതയെ ധരിക്കണം. When people watch me, ആൾക്കാർ കാണുമ്പോൾ they need to see me humble. എന്നെ സൗമ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് കാണണം. Pastor, I'm humble, pastor. ഞാൻ ഒത്തിരി സൗമ്യതയുള്ള വ്യക്തിയാ പാസ്റ്ററെ. I'm really humble. ഞാൻ ഒത്തിരി സൗമ്യതയുള്ള You വ്യക്തിയാ. don't need to tell that you're humble. നിങ്ങൾ പറയേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ The other person should say you are humble. അടുത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം The പറയേണ്ടത്. other person should testify you are humble. മറ്റുള്ളവർ നിങ്ങളെ പറ്റി സാക്ഷ്യം പറയണം നിങ്ങൾ സൗമ്യതയുള്ള വ്യക്തിയാണെന്ന്. You don't say I am the most brilliant person. നിങ്ങൾ പറയേണ്ട കാര്യമില്ല ഞാൻ Everybody thinks that they are brilliant. എല്ലാവരും സ്വയം ചിന്തിക്കും ഞാൻ വളരെ നല്ല വ്യക്തിയാണ്. But your examination will prove you are brilliant or not. എന്നാൽ നിങ്ങൾക്ക് പരീക്ഷ വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. A test will prove you are brilliant or not. നിങ്ങൾക്ക് ഒരു പരീക്ഷ വരുമ്പോൾ മനസ്സിലാകും നിങ്ങൾ Your fruit will show you are a disciple of Jesus or not. നിങ്ങളുടെ ഫലത്തിൽ നിന്നറിയാം നിങ്ങൾ യേശുവിന്റെ ശിഷ്യരാണോ അല്ലയോ എന്ന്. Anybody can call Jesus Jesus. യേശു കർത്താവിനെ ആർക്ക് വേണമെങ്കിലും യേശുവേ എന്ന് വിളിക്കാം. Anybody can say I am your child. ഞാൻ അങ്ങയുടെ മകനാ മകളാണ്. Anybody can perform a miracle. അത്ഭുതങ്ങൾ ആർക്കും ചെയ്യാം. Anybody can do many things. പല കാര്യങ്ങളും പലർക്കും ചെയ്യാം. But if your fruit is not shown, you are not the disciple of Jesus. എന്നാൽ നിങ്ങളുടെ ഫലത്തിൽ അത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരല്ല. And that is the reason I pray that we will learn to become the disciple of Jesus. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ യേശുവിന്റെ ശിഷ്യരാകാൻ I പഠിപ്പിക്കണം. don't want anybody to become scholars of the Bible, but I want you to become the disciples of നിങ്ങൾ Jesus. വേദ പണ്ഡിതന്മാരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരാകണമെന്ന് ഞാൻ But ആഗ്രഹിക്കുന്നു. if you can become the scholars of the Bible and the disciples of Jesus, what a glorious thing it would be. എന്നാൽ നിങ്ങൾക്ക് വേദ പണ്ഡിതന്മാരും യേശുവിന്റെ ശിഷ്യന്മാരും ഒരേ സമയം ആകാൻ കഴിയുമെങ്കിൽ വളരെ നല്ല കാര്യം. So if you are humble, നിങ്ങൾ സൗമ്യതയുള്ള you will വ്യക്തിയാണെങ്കിൽ inherit the earth. നിങ്ങൾ ദേശത്തെ ഭൂമിയെ അവകാശമാക്കും. How many disciples Jesus had? യേശു കർത്താവിന് എത്ര Come on, everybody say how many disciples? എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 disciples. 12 ശിഷ്യന്മാർ. Then it grew to many.
Then it grew to many. എന്നിട്ട് പിന്നെ കൂടുതൽ ആൾക്കാർ അതിലായി. Then we have a number called 500. പിന്നെ 500 പേരുടെ കാര്യം പറയുന്നുണ്ട്. Then we see 120 people sitting in the house of Mark. മാർക്കോസിന്റെ മാളികയിൽ 120 പേര് ഇരിക്കുന്ന കാര്യം. Then we see 5,000 people added, 3,000 people added to the church. 5000-3000 ആൾക്കാർ സഭയോട് ചേർന്ന്. They were all disciples adding up, disciples adding up. അതെല്ലാം ശിഷ്യന്മാരെ ചേർക്കുന്നത് തന്നെയായിരുന്നു. And you know, one thing was for sure, they were not having anything for themselves. അവർക്കൊന്നും അവരുടേതായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. What did Jesus say to his disciples? യേശു കർത്താവ് എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? When you go to one place, ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ don't carry anything. നിങ്ങൾ ഒന്നും കൊണ്ടുപോകരുത്. Don't carry anything. ഒന്നും കൊണ്ടുപോകരുത്. How many pairs of clothes? എത്ര ജോഡി വസ്ത്രങ്ങൾ എടുക്കണം? How many sandals? എത്ര ചെരുപ്പ് എടുക്കണം? Everything minimum. എല്ലാം വളരെ ചെറുതായിട്ട്. Go to one place ഒരു സ്ഥലത്തേക്ക് പോയി and talk about me. യേശു കർത്താവിനെ കുറിച്ച് പറയാ. If they don't accept, അവര് നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ what did Jesus say? എന്താ കർത്താവ് പറഞ്ഞേ? Attack them. അവരെ അറ്റാക്ക് ചെയ്യാനാണോ? You know what happened to New Zealand? എന്താണ് ന്യൂസിലൻഡിന് സംഭവിച്ചതെന്ന് അറിയാമോ? New Zealand would have been 100% Christians by now. ഇപ്പോൾ 100% ഇവിടെ ക്രിസ്ത്യാനികളാകേണ്ടതാണ്. The first missionaries who came in here ആദ്യമായിട്ട് വന്ന മിഷനറി gave Jesus to the Maoris. അവർ മൗറികൾക്ക് യേശുവിനെ കൊടുത്തു. They accepted Jesus. അവർ യേശു കർത്താവിനെ സ്വീകരിച്ചു. But the next set of missionaries who came അടുത്ത മിഷനറികൾ വന്നപ്പോൾ were the chaplains of the army of the British company. ബ്രിട്ടീഷ് കമ്പനിയുടെ ചാപ്ലൈൻസ് ആയിരുന്നു അവര്. You are telling to love people, നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കാൻ പറയുന്നു, but you are gunning down people. എന്നിട്ട് അവര് വെടിവെച്ച് കൊല്ലുകയും കൂടെ ആയിരുന്നു. You save something അവര് നിങ്ങൾ ഒരു കാര്യം പറയുന്നു and you do something else. വേറൊരു കാര്യം ചെയ്യുന്നു. You make a treaty and take away our land നിങ്ങൾ ഒരു സഖ്യമുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ദേശം എടുക്കുന്നു and kill us and say you are Christians. നിങ്ങൾ ഞങ്ങളെ കൊന്നിട്ട് പറയുന്നു നിങ്ങൾ ക്രിസ്ത്യാനികളാണ്. That is how Christianity started declining again in New Zealand. അങ്ങനെയാണ് ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇവിടെ. How can we win New Zealand for Jesus? എങ്ങനെയാണ് ന്യൂസിലൻഡിനെ നമുക്ക്? It is not through gun power. അത് തോക്കിന്റെ ശക്തിയിലൂടെ. It is not through pressure. അത് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടല്ല. It is through humility. അത് സൗമ്യതയോടെ വേണം. Jesus was humble. യേശു കർത്താവ് സൗമ്യനായ വ്യക്തിയായിരുന്നു. He died humble. യേശു കർത്താവ് വളരെ വിനയാന്വിതനായിട്ടാണ്. The book of Hebrews says God lifted him up ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ദൈവം അവനെ ഉയർത്തി above the angels. ദൂതന്മാരെക്കാൾ Above everything God lifted him up. എല്ലാറ്റിലും ഉപരിയായിട്ട് ഉയർത്തി. If you humble yourself, നിങ്ങൾ നിങ്ങളെ സ്വയം താഴ്ത്തിയാൽ God will lift you up. ദൈവം നിങ്ങളെ ഉയർത്തുവാനിടയാകും. It is not easy to humble. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല It ചെയ്യാൻ. is a character, it is an attitude that we develop. നമ്മളിലുള്ള ഒരു ഭാവം മനോഭാവം നമ്മൾ It should be inside, it should be outside. നിങ്ങളുടെ ഉള്ളിലും പുറത്തും അതുണ്ടായിരിക്കണം. When people say you are nothing, say okay. നിങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങളെ താഴ്ത്തുമ്പോൾ നിങ്ങൾ പറയണം. When people call you silly, say it's okay. നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങൾ പറയണം കുഴപ്പമില്ല എന്ന്. Jesus was called as the son of the devil also. He said it is okay. പിശാചിൽ നിന്നുള്ളവനാണ് യേശു എന്ന് മനുഷ്യർ പറഞ്ഞപ്പോഴും കർത്താവ് അതിന് He did not retaliate. കർത്താവ് പ്രതികരിക്കാൻ നിന്നില്ല. He was like a lamb that was taken to be slaughtered. അറുക്കുവാനുള്ള ആടിനെ പോലെ കർത്താവിനെ കൊണ്ടുപോയി. Today the holy table that we are going to celebrate is the showcase of his humility. തിരുമേശ നമ്മുടെ മുമ്പിലുണ്ട്. യേശു കർത്താവിന്റെ താഴ്മയെ കാണിക്കുന്ന തിരുമേശ. Nobody could kill God. ദൈവത്തെ ആർക്കും കൊല്ലുവാൻ കഴിയത്തില്ല. Nobody could kill the Son of God even. ദൈവപുത്രനെ ആർക്കും കൊല്ലുവാൻ കഴിയത്തില്ല. The book of Acts, Luke says he handed himself over to death. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു ദൈവം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു മരണത്തിന്. He humbled himself to die. സ്വയം താഴ്ത്തി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. And the holy table is a remembrance of that. അതിന്റെ ഓർമ്മയാണ് നമ്മുടെ മുമ്പിലുള്ള. So brothers and sisters, one action that I require from you. സഹോദര സഹോദരി, ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, we need to have that essence of God called humility. ദൈവത്തിന്റെ ആ ഭാവം, ആ സൗമ്യതയുള്ള ഭാവം നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Whoever's parents you are, it is okay. നിങ്ങൾ ആരുടെ മക്കളാണെന്നുള്ളതല്ല, Whichever family you are born, it is okay. നിങ്ങൾ ഏത് കുടുംബത്തിൽ നിന്ന് വന്നുള്ളതെന്നുള്ളതല്ല,
But today you are a child of Jesus. എന്നാൽ ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ മകനും മകളുമാണ്. I want the DNA of Jesus to flow into your life. യേശു കർത്താവിന്റെ DNA നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന്. I want the humility of Jesus to be our DNA. യേശുവിന്റെ സൗമ്യത നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന്. There will be no fight if humility comes in. സൗമ്യത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ വഴക്കുണ്ടാക്കും. It doesn't mean that you will not be targeted because you are humble. നിങ്ങൾ താഴ്മയുള്ളവരായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെറുതായി പോയി എന്നുള്ളതല്ല. People can target you when you show humility. ആൾക്കാർ ഒരു പക്ഷേ നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. People can call you by names when you show humility. നിങ്ങൾ താഴ്മ കാണിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കിയെന്നിരിക്കും. People can even kill you if you show humility. ഒരു പക്ഷേ മനുഷ്യർ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചെന്ന് വരെ വരാം. That is the ultimate of a human thing. താഴ്മയുടെ ഏറ്റവും അവസാനത്തെ നില എന്ന് പറയുന്നത് അതാണ്. But one thing is for sure, the Lord who raised Jesus from the dead, he will rise you up also in glory. യേശു കർത്താവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ദൈവം നിങ്ങളെ അതിൽ നിന്ന് Death is not our end here. It is a end on the planet Earth, but it is a beginning in the eternal family. മരണം എന്ന് പറഞ്ഞത് ഒരു അവസാനമല്ല, ഈ ലോകത്തിലെ അവസാനമായിരിക്കും, പക്ഷേ നമുക്ക് പുതുജീവൻ തരുന്ന ഒരു കാര്യമാണത്. So I want everybody to showcase humility. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും സൗമ്യതയുള്ളവരായി തീരണം. Husbands, wives, be humble towards each other. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സൗമ്യതയുള്ളവരായി. Nobody is perfect. ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവരല്ല. Pastors, we are not perfect. പാസ്റ്റേഴ്സ് ആരും പരിപൂർണരല്ല. Believers, we are not perfect. വിശ്വാസികൾ ആരും പരിപൂർണരല്ല. But one thing is for sure, we are going to become perfect one day. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഒരു ദിവസം നമ്മൾ പരിപൂർണതയിൽ എത്തിച്ചേരും. When we are perfect, he will take us back home. നമ്മൾ പരിപൂർണരായി തീരുമ്പോൾ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. So I want everybody to say, Lord, I want to showcase humility, Lord. നിങ്ങൾ എല്ലാവരും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്ക് ആ സൗമ്യത തരണേ. It's a very different prayer that we can pray. God, humble me. And when you do that, situations will come in from every corners. But God will give you the strength to showcase that humility. അത് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ എന്നെ ഒന്ന് താഴ്ത്തണേ, അല്ലെങ്കിൽ എനിക്ക് സൗമ്യത തരണേ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തുവാനിടയായി തീരും. In your workplace, difficulties may come. നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നെന്ന് വരാം. In your family, difficulties may come. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നെന്ന് വരാം. Jesus, 12 disciples, now after 2000 years, Christianity has conquered many nations. യേശു കർത്താവിന് 12 ശിഷ്യന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരിലൂടെ പല രാജ്യങ്ങളിൽ യേശുവിന്റെ വചനം എത്തുവാൻ. It was not through war, it was through the love and humility. അതൊരിക്കലും യുദ്ധത്തിലൂടെ അല്ല, സൗമ്യതയിലൂടെയാണ് അവർ നേടിയത്. If there is one person on the planet Earth that is the biggest name on the planet Earth, his name is Jesus. ഈ ലോകത്തിലുള്ള സകലത്തിലും വലുതായിട്ടുള്ള ഒരു നാമം യേശു കർത്താവിന്റെ നാമമാണ്. The most read book in the world is no other book but the Bible. ഏറ്റവും അധികം ആൾക്കാർ വായിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. It is all through one person humbling himself. അതെല്ലാം യേശു കർത്താവ് സ്വയം താഴ്ത്തിയത്. Can we rise up to our feet and say to the Lord, എല്ലാവരും എഴുന്നേറ്റാട്ടെ, ദൈവത്തോട് പറഞ്ഞാട്ടെ, I have decided to follow Jesus. ഞാൻ യേശു കർത്താവിനെ പിന്നാലെ പോവാൻ ഞാൻ തീരുമാനിച്ചു. No turning back, no turning back. എനിക്ക് ഒരിക്കലും അതിൽ നിന്ന് തിരിഞ്ഞു നോക്കണ്ട. I will not turn back when people go away from me. എന്നിൽ നിന്ന് ആൾക്കാർ പോകുമ്പോൾ ഞാൻ ഒരിക്കലും കർത്താവെ തിരിഞ്ഞു പോകും. As I say, no church is perfect church. ഒരു ചർച്ചും ഒരു സഭയും പരിപൂർണമല്ല. Nobody is perfect. ആരും പരിപൂർണരല്ല. Everybody can have mistakes. എല്ലാവരും തെറ്റുകൾ ചെയ്യും. But more than the mistakes that you see in a person, see the love of Jesus in that person. തെറ്റുകളേക്കാൾ ഉപരി ദൈവത്തിന്റെ സ്നേഹം ആ വ്യക്തികൾ കാണുവാനിടയാവണം. The world will become different if churches start loving each other. സഭകൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകം തന്നെ മാറുവാനിടയാകും. It is not just by the preaching of the word, it is through the actions of the disciples. വചനം പ്രസംഗിക്കുന്നതിലൂടെ അല്ല, അവരുടെ പ്രവൃത്തികളിലൂടെയാണ് അത് സംഭവിക്കേണ്ടത്. Disciples were ready to die for Jesus. ശിഷ്യന്മാർ യേശുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായതാണ്. Come on, sing the song as we approach the holy table in another second. നമ്മൾ ഈ പാട്ടിലേക്ക് നമുക്ക് പോകാം. I want everybody to be praying in your heart, God,
I will never be angry. I will never be proud in any situation. ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും ദൈവത്തെ എതിർത്ത് പറയത്തില്ല എന്ന് നിങ്ങൾ പറയുവാൻ. You need to utter it. Come on, you need to speak it out. You need to desire, God, I want to have that attitude in me, Lord. എനിക്ക് ആ ഭാവം തരണേ കർത്താവേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയുവാനിടയാകണം. I want to be humble, Lord. എനിക്ക് സൗമ്യതയുള്ള വ്യക്തിയായി തീരണം കർത്താവേ. Anger comes, Lord. ദേഷ്യം സ്വഭാവം എനിക്കുണ്ട്. My ego comes, Lord. എന്റെ അഹംഭാവം എന്നിൽ വരുന്നുണ്ട്. I think I am doing the right thing, Lord. ഞാൻ ചിന്തിക്കും ഞാൻ ശരിയാ ചെയ്യുന്നതെന്ന്. But Father, Lord, how can I be humble in this scenario? ആ അവസ്ഥയിൽ കർത്താവേ ഞാൻ എങ്ങനെ ക്ഷമയുള്ള വ്യക്തിയാകും? The Holy Spirit, the one who is the helper, will help you, my brother, my sister. എന്റെ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നിങ്ങളെ സഹായിക്കും. We want the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം. Disciples needed it. ശിഷ്യന്മാർക്ക് അത് വേണ്ടി വന്നു. We, the disciples of Jesus, need it. ശിഷ്യന്മാരെന്ന നിലയിൽ നമുക്കത് ആവശ്യമാണ്. And come on, sing together. I have decided to follow Jesus. 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 No turning back, no turning back. No turning back. No turning back. No turning. The cross before me. The cross before me, the world behind me. the cross before me, the world behind me, The cross before me, the world behind me. No turning back, No turning back. No turning turning back, No turning